ഹായ് നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ടൗൺഷിപ്പ് ഭൂമിയിലാണ്. ഇതിപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ ഇതിലെ ക്വാളിറ്റി പരിശോധനയാണ്. ഇതിന് പറയുന്നത് സാൻഡ് റീപ്ലേസ്മെൻറ്റ് പരിശോധന എന്നാണ്. ഈ പരിശോധന രീതി എന്താണെന്ന് വെച്ചാൽ മണ്ണിൻ്റെ ഘടനയുമായി ബന്ധപ്പെട്ട പരിശോധനയാണ്. നിലവിൽ ടൗൺഷിപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മണ്ണിട്ട് ഉയർത്തിയാണ് ഇത്തരത്തിൽ നിർമ്മാണങ്ങൾ നടക്കുന്നത്. അതിൻ്റെ അവിടുത്തെ ഡെൻസിറ്റി പരിശോധനയാണ് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തി, ക്വാളിറ്റി പരിശോധനകൾ നടത്തി എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ നിർമ്മാണ രീതിക്ക് അനുയോജ്യമായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രക്രിയ പരിശോധന രീതി ഉപയോഗിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതലായി ക്വാളിറ്റി കൺട്രോളർ തന്നെ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ കൂടുതലായി വ്യക്തമാക്കും. ഫസ്റ്റ് വന്നിട്ട് എന്താ പറയുക, ഇപ്പോൾ സോയിൽ 15 സെൻറ്റിയിലാണ് കുഴിക്കുന്നത്. ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 150 mm വരും ഹോളിൻ്റെ. അപ്പോൾ അയാൾ കുഴിയെടുത്തിട്ട് ഫസ്റ്റ് സോയിലിൻ്റെ വെയിറ്റ് നമ്മളെടുത്ത്, അതിനുശേഷം എന്താ പറയുക, ഇതിൻ്റെ അകത്ത് നമ്മൾ 16 കിലോ കറക്റ്റ് ഫില്ല് ചെയ്യും. നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്ന ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ. അപ്പോൾ അത് ഫില്ല് ചെയ്തിട്ട് താഴോട്ടേക്ക് വിടും. അപ്പോൾ എന്താ താഴോട്ട് എത്ര പോയി എന്താ പറയുക നിൽക്കുമല്ലോ. അപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും നോക്കുമ്പോൾ താഴോട്ട് എത്ര പോയെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു കോൺഷേപ്പിൽ കുറച്ചധികം മുകളിൽ നിൽക്കും. ആ കോൺസെപ്റ്റിൻ്റെ വാല്യൂ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കുഴീൻ്റെ വോൾ അറിയാൻ പറ്റും. കുഴിയുടെ അകത്ത് മാത്രം എത്ര അറിയാം. അപ്പോൾ അതിനെ ഡെൻസിറ്റി ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വോളി അറിയാൻ പറ്റും. പിന്നെ ആ വോളിയത്തിൽ വേണ്ട കറക്റ്റ് സോയിൽ ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ഇത് സാൻഡ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയാം. ഈ ഇപ്പം ചെയ്ത രീതിക്ക് എല്ലാം ചെയ്യണം. അതായത് കംപ്ലീറ്റ് റോഡിൻ്റെ വർക്കിനും എല്ലാ വീടിനും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കറക്റ്റ് കോമ്പാക്ഷൻ അറിയാൻ പറ്റും. സ്ട്രെങ്ത് പ്രശ്നങ്ങൾ വെച്ചാൽ ഈ കറക്റ്റ് കോമ്പാക്ഷൻ അല്ലെങ്കിൽ എന്താ പറയുക, ഇരുന്ന് പോകുന്ന പ്രശ്നങ്ങളൊക്കെ വരും. ഇരുന്ന് പോവുക അങ്ങനെ പോകുന്ന പ്രശ്നങ്ങളൊക്കെ വരും. അത് വരില്ല. അല്ല, ഇത് നമ്മൾ ചെയ്യുന്ന IS കോഡ് പ്രകാരമാണ് ചെയ്യുന്നത്. എല്ലാ ടെസ്റ്റിനും എന്താ പറയുക, ഒരു IS കോഡ് ഉണ്ട്. അത് പ്രകാരമാണ് ഇത് ചെയ്യുന്നത്. ഇത് മസ്റ്റാണ്. ഇത് ചെയ്ത് ഇതിൻ്റെ റിപ്പോർട്ടും വേണം. അത് നിർബന്ധമാണ്. സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡ് ഇത് പറയുന്നത്. എന്താണ് ഇപ്പോൾ നോക്കിയത്? ഇത്ര വെയിറ്റ് ഇതിൽ എന്താ പറയുക, റോൾ അടിച്ച കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടി അതിൻ്റെ ഈ സാൻഡ് ഇട്ടിട്ട് ഇതിൻ്റെ വോളി അറിയണം. ആദ്യം വോളി അറിഞ്ഞിട്ട് ഫസ്റ്റ് ജോലി വെയിറ്റ് എടുത്തില്ല. ആദ്യം ഒരു കാൽക്കുലേഷൻ നോക്കും. മൊത്തം കറക്ഷൻ ചെയ്തിട്ട് ഒരു കോമ്പേഷൻ കറക്റ്റ് അറിയാൻ പറ്റും. എല്ലാ ഭാഗത്തും ഇങ്ങനെ ഓരോ മീറ്റർ അനുസരിച്ചാണ് വെക്കുക. അത് ഒരു ഏരിയ അനുസരിച്ച് ഉണ്ടാകുക. ഇതിപ്പോൾ സോയിലാണെങ്കിൽ GSP എന്താണെങ്കിലും ഇത് ടെസ്റ്റ് ചെയ്യണം, കോമ്പാഷൻ ചെയ്യണം. ഇല്ലെങ്കിൽ കറക്റ്റ് എന്താ പറയുക, കറക്റ്റ് കോമ്പാഷൻ ഇല്ലെങ്കിൽ എന്താ പറയുക പൊളിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്. മണ്ണിൻ്റെ ഘടന മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയും. അതായത് ഒരു ഇത്ര സ്ഥലത്ത് ഇത്ര ഡെൻസിറ്റി ഇത് പോകുന്ന കണക്കുണ്ട്, അതറിയാൻ വേണ്ടി. ഇത് എത്ര സ്ഥലങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യും? ഇത് എവിടെയൊക്കെ ഉണ്ട് അവിടെ ചെയ്യണം. അതായത് ഇപ്പോൾ ഇവിടെ വീടില്ല, 110 വീടില്ല, എല്ലാ വീടിനും എല്ലാ പ്ലോട്ടും ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് റോഡിന് മാത്രമായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്? റോഡിന് മാത്രമല്ല, ഇപ്പോൾ എല്ലാ വീടിനും ചെയ്യുന്നുണ്ട്. എല്ലാ വീടിൻ്റെ മറ്റേന്ന് പറയുക ജില്ലയിലുള്ളിൽ അതെല്ലാം ചെയ്യുന്നുണ്ട്. ഇതിന് സോയിൽ ടെസ്റ്റ് എന്നാണ് എന്താ പറയുക, അതായത് നമ്മൾ മണ്ണ് ഫില്ല് ചെയ്തതിന്റെ ആ ഭാഗങ്ങളിലാണ് ഇത്തരത്തിലുള്ള ടെസ്റ്റ്. മണ്ണ് ഫില്ല് ചെയ്യുന്ന മണ്ണ് മാത്രമല്ല, അഗ്രിഗേറ്റ് എന്താണെങ്കിലും എല്ലാ ഈ ടെസ്റ്റ് വരുന്നുണ്ട്. ഇവിടെ ഇപ്പം സോയിലാണ് പ്രത്യേകം വരുന്നത്. പിന്നെ പറയുന്ന സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്നത് രീതിക്ക്.